നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛൻ ഇപ്പോഴും വിചാരിക്കുന്നത് എന്റെ മോൾ എന്നോട് പറയുന്നതെല്ലാം സത്യമാണ്. അപ്പൊ പിന്നെ സങ്കടായാലും സന്തോഷായാലും എന്നെ വിളിച്ചല്ലേ നീ ആദ്യം പറയാ? അച്ഛൻ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട. എനിക്കിവിടെ ഒരു കുറവുമില്ല, ഒരു കുഴപ്പമില്ല. അച്ഛനെന്താ മുറി കിടക്കാൻ? ഞാൻ പെട്ടെന്ന് സ്ഥലം മാറി കിടന്നുകൊണ്ടാവും. അവിടെ കിടന്ന് ഉറക്കം കിട്ടിയില്ല. പിന്നെ കാലിനൊരു കടച്ചലും ഉണ്ട്. അയാൾ ഞെക്കിപ്പിഴിഞ്ഞു പോയതല്ലേ. എന്നിട്ട് അച്ഛൻ എന്താ എന്നെ വിളിക്കാതിരുന്നത്? ഞാൻ വന്നിരിക്കായിരുന്നല്ലോ അച്ഛന്റെ കൂടെ. എന്തിനാ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാനെവിടെ ഇരിപ്പുണ്ടല്ലോ. അച്ഛൻ കാലിങ് നീട്ടിവെച്ചേ. വേണ്ട മോളെ. അച്ഛ കാലിങ് തരാം. വേണ്ടാന്ന്. വേണ്ട മോളെ. മോളെ, അച്ഛൻ ചോദിക്കുന്നതോട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഇവിടെ നിൽക്കുമ്പോ ഞാൻ എന്റെ കണ്ണിൽ കാണുന്നതെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്. സുജാതയായാലും ജീവൻ മോനായാലും നല്ല രീതിയിലാണ് നിന്നോട് പെരുമാറുന്നത്. ഇതൊന്നും വേണമെന്ന് വെച്ച് ചെയ്യുന്നില്ലല്ലോ അച്ഛന് മുമ്പില്. നിനക്കിവിടെ വിഷമമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് വിഷമം അച്ഛാ? അച്ഛൻ കാണുന്നത് തന്നെയാ സത്യം. അല്ലാതെ ഇക്കാര്യത്തില് അച്ഛനെ ഞാനെന്തിനാ പറഞ്ഞു പറ്റിക്കുന്നേ? അതുകൊണ്ടല്ല ഞാനിങ്ങനൊരു ചോദ്യം ചോദിച്ചു എന്ന് അവരോട് ആരോടും പറയൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ശിവാനന്ദന്റെയും ശ്രുതിയുടെയും ശ്രുതിയുടെയും ഒക്കെ വായന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വീഴാറുണ്ട്. അച്ഛനത് വലിയ കാര്യമൊന്നും ആക്കാറില്ല. കാരണം എന്താ? അച്ഛൻ ഇപ്പോഴും വിചാരിക്കുന്നത് എന്റെ മോൾ എന്നോട് പറയുന്നതെല്ലാം സത്യമാണ്. അപ്പൊ പിന്നെ സങ്കടായാലും സന്തോഷായാലും എന്നെ വിളിച്ചല്ലേ നീ ആദ്യം പറയാ? അച്ഛൻ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട.
എനിക്കിവിടെ ഒരു കുറവുമില്ല, ഒരു കുഴപ്പമില്ല. ഹലോ, ഫോട്ടോ കണ്ടല്ലോ അല്ലേ? ആരാ നിങ്ങള്? ഞാൻ ആരാണെന്ന് അറിയുന്നതിലേ വലിയ പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നേ? അതൊക്കെ എന്റെ സ്വാതന്ത്ര്യമല്ല ജ്യോതിക്കുട്ടി. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇത്രയൊക്കെ സംസാരിക്കുന്ന ആളാണെങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ട് എന്തിനാ പേടിക്കുന്നേ? ഇപ്പൊ ഞാൻ ആ ഫോട്ടോ ജ്യോതിയുടെ വീട്ടിലുള്ളവർക്ക് മൊത്തം അയച്ചു കൊടുത്താലും നാട്ടിലുള്ളവർക്ക് മൊത്തം കാണിച്ചു കൊടുത്താലും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്നോടും മനുവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ശത്രുതയുണ്ടോ? ഇല്ല. എന്റെ ഒരു ശീലം എന്താണെന്നറിയോ? ഈ വഴിയിലൂടെ പോകുമ്പോ ചില വിലപിടിച്ച സാധനങ്ങൾ വീണ് കിട്ടില്ലേ? ചിലത് ഞാൻ കൈവയ്ക്കും, ചിലത് വിൽക്കും. അങ്ങനെ ഒരു വഴിയിലൂടെ ഞാൻ നടന്നു പോകുമ്പോ എനിക്ക് വീണ് കിട്ടിയതാ ഈ കാഴ്ച. കയ്യിൽ വെക്കണോ വിൽക്കണോന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പ്ലീസ്, നിങ്ങളിത് മറ്റാരെയും കാണിക്കരുത്. ഇല്ല, ജ്യോതിയുടെ ഏട്ടനെ കാണിച്ച അയാള് ജ്യോതിയെ കൊല്ലും. ജ്യോതിയുടെ അമ്മയെ കാണിച്ച അമ്മ വേദനിച്ചു ചാവും. അപ്പൊ പിന്നെ ഇതാരെയും കാണിക്കാൻ പാടില്ലല്ലോ. താങ്ക്സ്. വീണ് കിട്ടിയൊരു നിധി അത് ഞാൻ വെറുതെ തരുമോ? പകരം എനിക്ക് എന്ത് തരും? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആ, ഞാൻ ആലോചിക്കട്ടെ. ഞാൻ ഇനിയും വിളിക്കും. പക്ഷേ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യാനോ ഇതിന്റെ ഉടമസ്ഥനെ തിരയാനോ ജ്യോതി നോക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.